ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പാൽപ്പായസം നമ്മൾ വറുത്തൊഴിക്കാറില്ല, കാരണം കാഷ്യൂ നട്ട്സും റൈസൻസും ഒന്നും വറുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാറില്ല. അതുകൊണ്ടൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കുക.